മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തിയാലും എവിടെ കളിക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കലൂർ സ്റ്റേഡിയത്തിൽ ഫിറ്റ്നസ് കിട്ടാൻ സാധ്യത കുറവെന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആ സമയം വനിതാ ലോകകപ്പാണ്. ലോകകപ്പിനായി KCA കോടികൾ മുടക്കി നവീകരണ പ്രവർത്തനം തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ കളി നടക്കുക? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. സ്പോർട്സ് ഡെസ്കിൽ അനിൽ വാസുദേവ് ചേരുന്ന വിവരങ്ങളുമായി. അനിൽ, കളിയെടുക്കുന്ന പരിപാടിയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് SKN. അതായത് ഇന്നലെ മന്ത്രി തറപ്പിച്ച് പറയുന്നത് മെസ്സി വരും, എല്ലാം റെഡിയാണ്, നമ്മൾ സെറ്റാണ് എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. തിരുവനന്തപുരത്തായിരിക്കും മത്സരം അല്ലെങ്കിൽ കൊച്ചിയിലായിരിക്കും മത്സരം എന്നൊക്കെ തന്നെ പറയുന്നു. എടുത്തു പറഞ്ഞത് തിരുവനന്തപുരത്തിൻ്റെ കാര്യം തന്നെയാണ്. പക്ഷേ അതിനകത്തൊരു വലിയ ആശങ്ക വരുന്നുണ്ട്. കാരണം ആ സമയത്ത് വനിതാ ലോകകപ്പിന് അവിടെ വേദിയാവുകയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അവിടെ അതിനായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ KCA കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ദീർഘനാളത്തെ ഒരു പ്രോസസ്സ് ആവശ്യമുണ്ട് ഈ വേദി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി. അതിനായി ഇപ്പോൾ തന്നെ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റ് അത് സ്വന്തം നിലയ്ക്ക് പണമെടുത്താണ് KCA ചെയ്യുന്നത്. സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഈ കരാർ എടുത്തിട്ടുള്ള ഈ ഇതിൻ്റെ നടത്തിപ്പവകാശമുള്ള സ്ഥാപനമോ ഒന്നും തന്നെ ഇപ്പോൾ സ്റ്റേഡിയത്തിനായി ചെയ്യുന്നില്ല. KCA ആണ് ഇവിടെ നടക്കുന്ന എല്ലാ രാജ്യാന്തര ടൂർണമെൻറ്റുകൾക്കും ഒക്കെ തന്നെ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ടൂർണമെൻറ്റുകൾക്കൊക്കെ തന്നെ പണം മുടക്കുന്നത്, സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 11 പിച്ചോളം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ പരിപാലനം ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഫ്ലഡ് ലൈറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനം തൊട്ട് ഒക്ടോബർ അവസാനം വരെ ആയിരിക്കും ഈ ടൂർണമെൻറ്റ്. 5 മത്സരങ്ങളെങ്കിലും തിരുവനന്തപുരത്ത് നടക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊള്ളാനാണ് BCCIയിൽ നിന്ന് KCAക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് മന്ത്രി പറയുന്നത് അവിടെ ഫുട്ബോൾ മത്സരം നടത്താം, മെസ്സി പങ്കെടുക്കുന്ന മത്സരം നടത്താം എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെ നടത്തുമെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമുണ്ട്. കാരണം വെച്ചാൽ 11 പിച്ചുകളാണ് ആ സ്റ്റേഡിയത്തിൽ ഒരുക്കിയത്. അതൊക്കെ തന്നെ പൂർണ്ണമായി തകർക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമുക്ക് വനിതാ ലോകകപ്പ് നഷ്ടമാകും. പക്ഷേ അത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങനെ ഫുട്ബോൾ ടർഫ് അവിടെ പൂർണ്ണമായും സജ്ജമാക്കും എന്ന കാര്യത്തിലും വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇനി മത്സരം നവംബറിലേക്ക് ലോകകപ്പ് മാറിപ്പോവുകയാണെങ്കിൽ പോലും അപ്പോഴും ഈ പിച്ച് ഏതെങ്കിലും തരത്തിൽ നശിപ്പിച്ചാൽ പിന്നീട് അത് ഒരുക്കിയെടുക്കാനും നഷ്ടമാകും. എന്തായാലും വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. ഇങ്ങനെയൊരു ആശങ്ക സർക്കാരിനെയും കായിക വകുപ്പിനെയും അറിയിക്കാനാണ് ഇപ്പോൾ KCA തീരുമാനമെടുത്തിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ മന്ത്രി ഇന്നലെ വീണ്ടും മെസ്സിയുമായി മുന്നോട്ട് പോകുന്ന ആ കാര്യത്തിൽ തറപ്പിച്ച് പറയുമ്പോൾ കൂടുതൽ ആശങ്കയിലാവുകയാണ് KCA. അവർ എന്തായാലും ഉടൻ തന്നെ കായിക വകുപ്പിനെയും സർക്കാരിനെയും സമീപിച്ച് ഈ ആശങ്ക അറിയിക്കുമെന്നാണ് KCAയിൽ നിന്ന് കിട്ടുന്ന വിവരം. SKN. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.